ഏവർക്കും നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. സ്പാർക്ക് എന്ന ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത അത്രയും വിപുലമായ ഒരു വിഷയം തന്നെയാണ് ഈ ക്ലാസ്സിലും ചർച്ച ചെയ്യുന്നത്. എല്ലാ ജീവനക്കാർക്കും സേവന പുസ്തകം പരിശോധിച്ച് തിരുത്തുന്നതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെ, ലോഗിൻ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാസ് വേണമെന്ന് കുറേ പേർ ആവശ്യം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇൻഡിവിജ്വൽ ലോഗിൻ, ഫൊർഗോട്ട് പാസ്വേഡ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസറിൽ ചെന്നിട്ട് www.spark.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പാർക്കിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകാനുള്ള ആദ്യത്തെ വിൻഡോയിലെത്തി. ലോഗിൻ സ്പാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ടിവിടെ യൂസർ കോഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മുടെ പെൻ നമ്പർ ടൈപ്പ് ചെയ്യുക. പെൻ നമ്പർ ടൈപ്പ് ചെയ്തു. നമുക്ക് പാസ്വേഡ് അറിയില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു സ്പാർക്ക് യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാക്കി ഒന്നും നോക്കണ്ട, നോട്ട് രജിസ്റ്റേർഡ് ആസ് എ യൂസർ യെറ്റ്, രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ പെൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. തൊട്ടടുത്തത് നമ്മുടെ സർവീസ് ബുക്കിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ സ്പാർക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ശേഷം നമ്മുടെ ആധാർ നമ്പർ. നമ്മുടെ ആധാർ നമ്പർ, ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കുക, ആധാർ നമ്പർ നമ്മുടെ സ്പാർക്കിൽ വെരിഫൈ ചെയ്തിരിക്കണം. അത് നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തു. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് കാരണം അതിനകത്തൊരു OTP വരാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇമെയിൽ ID, നമ്മുടെ സ്പാർക്കിൽ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിരിക്കും. അത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഇമെയിൽ ID ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഏതാണെന്ന് ഓഫീസിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID, അത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ്, ടെമ്പററി ആയിട്ടൊരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. ഈ ടെമ്പററി പാസ്വേഡിനൊരു പ്രത്യേകതയുണ്ട്. അത് 8 മുതൽ 15 വരെ ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് 8 എണ്ണം, മാക്സിമം 15. അതിൽ തന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്, അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഡിജിറ്റ്സും. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്, ഹലോ 2022. അപ്പോൾ അതിനകത്ത് ആൽഫബറ്റ്സും ഉണ്ട്, ഡിജിറ്റ്സും ഉണ്ട്. അടുത്തത് നമ്മൾ വീണ്ടും അത് കൺഫേം ചെയ്യുന്നു, ഹലോ 2022. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈ എന്ന് പറയുന്ന ബട്ടണുണ്ട്. ആ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ ഈ പറയുന്ന ഈ കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, നമ്മുടെ യൂസർ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം എന്നൊരു മെസ്സേജ് വരും. ഇനി വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ലോഗിൻ പേജിലേക്ക് പോവുക. അവിടെ നമ്മുടെ യൂസർ കോഡ്, നമ്മുടെ പെൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പെൻ നമ്പർ കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മളൊരു പാസ്വേഡ് ഉണ്ടാക്കി, ഹലോ 2022, മറന്നു കാണില്ലല്ലോ. നമ്മൾ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. ഇവിടെ നമ്മൾ
കാണേണ്ട ഒരു കാര്യം, നമുക്ക് ഓൾറെഡി ഒരു ടെമ്പററി പാസ്വേഡ് ഉണ്ട്. എന്നാൽ ആ പാസ്വേഡ് തൽക്കാല ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് സ്ഥിരമായൊരു പാസ്വേഡ് വേണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മുടെ എന്താണോ നമ്മുടെ പാസ്വേഡ് അത് എൻ്റർ ചെയ്യുക. നമുക്ക് കിട്ടിയ ഒരു ടെമ്പററി പാസ്വേഡ് ഹലോ 2022 എന്ന് പറയുന്ന ഒരു പാസ്വേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അത് മാറ്റി പുതിയൊരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റർ കറണ്ട് പാസ്വേഡ് എന്നുള്ളിടത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹലോ 2022 എന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ കറണ്ട് പാസ്വേഡ്. ശരി, ഇനി നമുക്ക് പുതിയ പാസ്വേഡ് വേണം. ഈ പുതിയ പാസ്വേഡിന് ഒരു പ്രത്യേകതയുണ്ട്. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. പുതിയ പാസ്വേഡിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 തൊട്ട് 15 വരെയോ അതിന് മേളിലോ ഒക്കെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകാം. മിനിമം 8 ഉണ്ടാകണം. അതിൽ ആൽഫബറ്റ്സ് ഉണ്ടാവണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, നമ്പർ ഉണ്ടാകണം. അപ്പോൾ ആൽഫബറ്റ്സ്, നമ്പർ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസ്വേഡിൽ യൂസർ നെയിം ഉൾപ്പെടാൻ പാടില്ല, നമ്മുടെ പെൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഒരു 30 ദിവസം കൊണ്ട് ഈ പാസ്വേഡ് എക്സ്പയർ ആവും. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ആ 30 ദിവസത്തിന് മുമ്പ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാസ്വേഡ് കൊടുക്കാം. നമ്മൾ ഹലോ 2022 ആണ് നമ്മൾ കൊടുത്തിരുന്നത്. അവിടെ നമ്മൾ ഹലോ #2022 എന്ന് കൊടുക്കുകയാണ്. കൊടുത്തു. അത് തന്നെ നമ്മൾ ഒന്നുകൂടി ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് ഒന്നുകൂടി എൻ്റർ ചെയ്തു. നമ്മൾ കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ആയി എന്നൊരു മെസ്സേജ് ഇവിടെ വരികയാണ്. നമ്മൾ ആ പാസ്വേഡിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പാസ്വേഡ് കൊണ്ട് നമുക്കെങ്ങനെ സ്പാർക്കിൻ്റെ നമ്മുടെ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും എന്നാണ് നോക്കുന്നത്. അതിനായി വീണ്ടും സ്പാർക്കിൻ്റെ ലോഗിൻ പേജിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലോഗിൻ പേജിലെത്തുക. അവിടെ യൂസർ കോഡ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡ്, രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഹലോ #2022 ആ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ആ ക്യാപ്ച 26422 ക്യാപ്ച ടൈപ്പ് ചെയ്തു. സൈൻ ഇൻ ചെയ്യുന്നു. നമ്മുടെ പേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്ത് ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് നമ്മുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അഥവാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ എന്നും ഒന്നും സ്പാർക്ക് ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഈ പാസ്വേഡ് മറന്നുപോയെന്ന് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനായി വീണ്ടും നമ്മൾ സ്പാർക്കിൻ്റെ ലോഗിൻ പേജിലേക്ക് എത്തുകയാണ്. അവിടെ യൂസർ കോഡ് എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് നമുക്കറിയില്ല, പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകണം, നമ്മൾ മറന്നുപോയി. അടുത്തത് ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫൊർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വരും. പ്രൊഫൈൽ നമ്മളവിടെ ആദ്യം പെൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. പെൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ വിൻഡോയ്ക്ക് വെളിയിൽ മാറ്റി ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ മറ്റ് 2 വിൻഡോ കൂടി വന്നു. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ സർവീസ് ബുക്കിലുള്ള അതേ ഡേറ്റ് തന്നെ എൻ്റർ ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിജിറ്റ് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 91 പകരം 90 ആയിപ്പോയെങ്കിൽ ആ 0 മാത്രമായിട്ട് നമുക്ക് തിരുത്താൻ കഴിയില്ല. ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം മുതൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് സ്പേസ് ഇടേണ്ട കാര്യമില്ല, വരയോ അങ്ങനെ ഉള്ള ഒന്നും വേണ്ട. ഡേറ്റ്, മന്ത്, ഇയർ അതുപോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇനി ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തു. ശരിയാണെന്ന് നോക്കുന്നു. ശരിയാണ്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു.
സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്ലീസ് വെരിഫൈ ദാറ്റ് യുവർ മൊബൈൽ നമ്പർ ഈസ് കറക്റ്റ്. ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക. നോക്കുക, ആ നമ്പർ കറക്റ്റാണ്. ഇനി ഞാൻ അവിടെ വെരിഫൈ ബട്ടൺ കൊടുക്കുന്നു. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. OTP വിൽ ബി സെൻഡ് ബൈ SMS. പ്ലീസ് ടൈപ്പ് ദ OTP ബിലോ. എൻ്റെ മൊബൈലിലേക്കൊരു OTP വന്നിട്ടുണ്ട്. അത് ഞാൻ തൊട്ട് താഴെ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തു കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ്റർ ന്യൂ പാസ്വേഡ് എന്ന് വരും. അപ്പോൾ ഒരു പുതിയ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അത് ഒന്നുകൂടി കൺഫേം ചെയ്യുന്നു. അപ്പോൾ അപ്ഡേറ്റ് പാസ്വേഡ്, ഇവിടെ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ. വീണ്ടും ലോഗിൻ പേജിൽ വന്നു. നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ച് നമുക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ ഇട്ടു. അതിനുശേഷം ക്യാപ്ച സൈൻ ഇൻ ചെയ്യുന്നു. വീണ്ടും നമ്മുടെ പേജിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് പാസ്വേഡ് മറന്നുപോയാൽ അതിനെ റീസെറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.